ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് സ്വാഗതം. ചതയ നക്ഷത്രക്കാരുടെ 2026 ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമനത്തിന് സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങളോ കോട്ടങ്ങളോ കാണുന്നില്ല. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാഫല്യത്തിൽ വരും. എങ്കിലും മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങളും ഉടലെടുക്കാനും സാഹചര്യവും വന്നു ചേർന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു. പഠനരംഗത്ത് മികവ് പ്രകടിപ്പിക്കും. പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന വിജയം കൈവരും. വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്കും സാഹചര്യം അനുകൂലമായി കാണുന്നു. വസ്തുവകളോ വാഹനമോ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. പ്രണയിതാക്കൾക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരം വന്നു ചേരും. കാർഷിക രംഗത്തും വ്യവസായ രംഗത്തുമുള്ളവർക്ക് മെച്ചപ്പെട്ട സമയമായിരിക്കും. എന്നാൽ ചെറുകിട ബിസിനസ്സുകാർക്ക് സമയം അത്ര അനുകൂലമായിരിക്കില്ല. മാതാവിൽ നിന്നും പലവിധ സഹായങ്ങളും ലഭിക്കും. ദാമ്പത്യബന്ധം മെച്ചപ്പെടും. പുതിയ വീട്ടിലേക്ക് താമസം മാറാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അകന്നു താമസിക്കാനോ സാഹചര്യം വന്നേക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആഗസ്റ്റ് മാസം ആദ്യശേഷം കാര്യങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല. അപ്രതീക്ഷിതമായ പല ദോഷഫലങ്ങൾക്കും സാഹചര്യം വന്നു ചേർന്നേക്കാം. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ച പോലുള്ള സഹായമോ സഹകരണമോ ഉണ്ടായെന്ന് വരില്ല. തന്മൂലം മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. ഷെയർ മാർക്കറ്റിംഗ് രംഗത്തും ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സമയമത്ര അനുകൂലമായി കാണുന്നില്ല. ചതയ നക്ഷത്രക്കാർക്ക് 7.5 ശനി ദോഷം ജന്മത്തിൻ്റെ 2 ഈ വർഷക്കാലം മുഴുവൻ തുടരുന്നു. വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള 6 സ്ഥിതിയും ഈ 2 സ്ഥിതിയും പലവിധ മോശഫലങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദൈവാധീനം കുറയും. ഭാര്യപുത്രാദികളുമായ അഭിപ്രായ വ്യത്യാസം, ശത്രുപീഡ, രോഗാതി ദുരിതങ്ങൾ, സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നടപടികൾ, ആകെ എല്ലാ കാര്യത്തിലും തടസ്സവും മ്ലാനതയും വർദ്ധിപ്പിക്കുന്നു. 7.5 ശനി ദോഷത്തിനും ശനിപ്രീതികരമായ കർമ്മങ്ങളും വ്യാഴപ്രീതിക്കായി വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും കുടുംബദേവതാ ഭജനവും അനുഷ്ഠിക്കുന്നതോടൊപ്പം രാശിനാഥനായ ശനിയെയും നക്ഷത്രനാഥനായ രാഹുവിനെയും ഭജിച്ചാൽ ദോഷങ്ങൾക്ക് പരിഹാരമാകും.